ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ നീ തൊട്ടു പോകരുത് എന്റെ ഭർത്താവിനെ. അല്ല, ഈ ചതി എവിടുന്ന് വന്നെന്ന് വല്ല സൂചന വല്ലതും ഉണ്ടോ? അത് ബോസ് പറഞ്ഞില്ല. പക്ഷേ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് കൃത്യമായിട്ട് ക്രൈം ബ്രാഞ്ചും എക്സൈസും സംയുക്തമായിട്ട് ഒരു അറ്റാക്കിന് മുതിരണമെങ്കിൽ ഭംഗിയായി ഈ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പണിതിട്ടുണ്ട്. നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് കണ്ടെത്തി അവന്റെ 16-നുള്ള പൂജാ സാധനങ്ങൾ കുറിക്കുന്ന ചടങ്ങ സുസ്മിത വന്നതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ ഒരൊറ്റ നടന്നു. നമ്മളിവിടെ ഇങ്ങനൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊരു സംശയം. അത് ചോദിച്ചത് ചന്ദ്രബോസിനോടും. ആരാ പറഞ്ഞതെന്ന കാര്യം അവര് പറഞ്ഞില്ല. അതാരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ജീവനിൽ പേടിയില്ലാത്തവൻ. അവൻ ആരായാലും അവന്റെ കാര്യം പോക്ക. എങ്കിൽ വേറെ ആരെയും സംശയക്കണോടുകൂടി നോക്കൊന്നും വേണ്ട. ഒറ്റ നടത്തിയിരിക്കുന്നത് സുസ്മിതയുടെ ചിറകിനടി ഒളിച്ചിരിക്കുന്നത് തന്നെയാ. ജഗദീപ് അവനറിയാതെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോവില്ല. അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? അവനുമായിട്ടുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവനെ അളന്നതാണ്. ഒട്ടത്തരങ്ങളിലൂടെ കൂടെ നിന്ന് വിശ്വാസം ഊട്ടി ഉറപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്താൻ അവൻ മിടുക്കനാ. ചതിയുടെ വഴി വന്നിരിക്കുന്നതും ആ വഴിക്ക് തന്നെ. അവനെ പൊക്കി 2 പൊട്ടിച്ച ഏതൊക്കെ ഏമാന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കുമ്പസാരക്കെട്ട് അയച്ചിട്ടുണ്ടെന്ന് അവനെ കൊണ്ട് തന്നെ പറയിക്കാൻ പറ്റും. ഇറങ്ങി വാടാ. ആണുങ്ങളില്ലാത്ത നേരം നോക്കി കുടുംബത്ത് കേറി പോക്കൃത്തരം കാണിച്ചിട്ട് നീ അകത്ത് കേറി അടയിരിക്കാണല്ലടാ. ഓ അത് ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ബിസിനസ് ആണല്ലേ? പവിത്രമായിട്ടുള്ള എന്റെ വീട്, എന്റെ അമ്മ ദിവസവും പ്രാർത്ഥനയോടെ വിളക്ക് എത്തിച്ചിരുന്ന എന്റെ വീട്, നീയൊക്കെ പട്ടച്ചാറ കൊണ്ട് ബിസിനസ് തുടങ്ങിയിടാ. എങ്ങനെ തോന്നിയ മാഭാവി നിനക്ക്? നിനക്ക് ഈ വീട്ടിൽ വെച്ച് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പട്ടി. അതിന്റെ ക്രെഡിറ്റ് രോഹിത്തിനല്ല, എനിക്കാ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം തോണ്ടുന്നു. എന്നിട്ട് ആ കുളത്തിൽ അർമാദിച്ച് കുളിക്കുന്ന. കുളിക്കാനല്ല, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാടി ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അച്ഛനെ നീ കൈവയ്ക്കുമല്ലടാ. എടാ, നിന്റെ അച്ഛനാവുന്നതിന് മുമ്പ് അയാളെന്റെ ചേട്ടനായിരുന്നു. അതിനു മുമ്പ് അയാളൊരു ചതിയനായിരുന്നടാ. സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു ദയാദാക്ഷിണ്യം നോക്കാതെ ചതിച്ച ദുഷ്ടൻ. അയാളുടെ പുക കണ്ടിട്ടേ ഞാനിനി മലേഷ്യയിലേക്കുള്ളൂ.
നീ ഇനി ഒരിടത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഈ നിമിഷം നീ പെടഞ്ഞു വീഴാൻ പോടാ പൊന്നെ. എന്താ ഓടി ചെന്നൈ പേ പിടിച്ച നായ പിടിച്ച് പുറത്താക്കടാ. നോക്കി നിൽക്കാതെ പോടാ. അവിടെ നിൽക്കടാ. വാടാ. നീയൊക്കെ എന്റെ വീട്ടില് ചാരായപ്പുഴ ഒഴുക്കുലടി പന്നം. ആ പുഴയില് നിന്നെ ഇവനൊക്കെ ഒഴുക്കി വിടാൻ പോവാടി. ഇത് നിനക്ക് വീടല്ല, ദേവാലയ. കാരണം കേറിക്കിടക്കാൻ ഇടവില്ലാത്ത നിനക്ക് എന്റെ അമ്മ ഒരുക്കി തന്ന ദേവാലയം തന്നെയാണ് ഇത്. ആ വീട്ടിലാടാ നീ വാറ്റുകേന്ദ്രം തുടങ്ങിയത്. അല്ലടാ, എന്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചല്ലടാ നിന്നെ. ആ നീ പാല് തന്ന കൈക്ക് എന്നെ നീ തിരിച്ചു കൊത്തി. അല്ലടാ പൊന്നെ. ഇത് നിന്നെ മകനെ പോലെ സ്നേഹിച്ച എന്റെ അച്ഛനും അമ്മയും ക്രൂരമായി ചതിച്ചേല്. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ നീ തൊട്ടു പോകരുത് എന്റെ ഭർത്താവിനെ.